ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മളിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ്. ശത്രുവിനെ തോൽപ്പിക്കുന്ന ദൈവം. സങ്കീർത്തനം 110:1. കർത്താവ് തൻ്റെ കർത്താവിനോട് അരുളിച്ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. കർത്താവ് തൻ്റെ കർത്താവിനോട് അരുളിച്ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. ഇന്ന് ശത്രുവിനെ തോൽപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് വചനത്തിൽ നമ്മളിന്ന് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുഷ്ടൻ്റെ പ്രവർത്തനങ്ങളെയും, എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നവനാണ് ആര്? ദൈവം. ആ ശത്രുത മാറുന്നതുവരെ നമ്മളെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആരാക്കും? ദൈവം ആക്കും. ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായി ഉണ്ടോ? നമ്മളിന്ന് ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ശത്രുതയെ ഇല്ലാതാക്കുന്നവനാണ് ആര്? ദൈവം. ശത്രുതയുടെ മതിലുകളെ തകർക്കുന്നവനാണ് ആര്? ദൈവം. അപ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം എടുക്കുവാൻ നമ്മുടെ ജീവിതം നമ്മൾ പിശാചിന് കൊടുക്കരുത്. നമ്മുടെ ജീവിതം ആർക്കുള്ളതാ? ദൈവത്തിന് ഉള്ളതാണ്. റോമാലേഖനം 16:20 പറയുകയാണ്, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളെ കാഴ്ചയിലാക്കി തകർത്തുകളെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കണ്ടു, ശത്രുവിനെ തോൽപ്പിക്കുന്ന ദൈവം. അതുപോലെ സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. കണ്ടോ, പിശാചിനെ, സാത്താനെ നമ്മുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് നമ്മളിന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ കൃപ നമുക്ക് ദൈവം നൽകും. എല്ലാത്തിനെയും തകർക്കാനുള്ള ഒരു ശക്തി ദൈവം നമുക്ക് തരും. എല്ലാത്തിനെന്ന് പറയുമ്പോൾ സാത്താൻ, പിശാചിനെ, ഈ ലോകത്ത് മൂടാടി സഞ്ചരിക്കുന്ന പൈശാചിക ശക്തിയെ തകർക്കാൻ ദൈവം കൃപ തരും. അതാ നമ്മളിന്ന് മനസ്സിലാക്കി. പിശാച് പലപ്പോഴും നമ്മളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടോ എന്ന് നോക്കുന്നവനാണ്. നമ്മൾ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ആര് നോക്കും? പിശാച് നോക്കും. സക്കറിയായുടെ പുസ്തകം 3:1. സക്കറിയ 3:1. ദൈവ ദൂതൻ്റെ അടുക്കൽ യോശുവ നിൽക്കുമ്പോൾ അവനിൽ കുറ്റം ആരോപിക്കാൻ ആരും കടന്നു വന്നു? സാത്താനും കടന്നു വന്നു. നോക്കിയാൽ ദൈവദൂതൻ്റെ അടുത്ത് ആര് നിൽക്കില്ല? ജോഷുവ
യോശുവ നിൽക്കുമ്പോൾ അവനിൽ കുറ്റമറിയാൻ സാത്താൻ കടന്നു. കർത്താവ് സാത്താൻ പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കും. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലോ ഇവൻ. അരെ, ജോഷുവ തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയാണ്. ആ കൊള്ളിയെ തകർക്കുവാൻ ആർക്ക് കഴിയത്തില്ല? പിശാചിന് കഴിയും. ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ജോഷുവയുടെ കുറവ് സാത്താൻ എന്താ കണ്ടത്? അവൻ മുഷിഞ്ഞ വസ്ത്രം ഇട്ടിരിക്കുന്നത് ആര് കണ്ടു? സാത്താൻ കണ്ടു. എന്നിട്ട് അവനിൽ കുറ്റം ആരോപിച്ചു. അവനിതാ മുഷിഞ്ഞ വസ്ത്രമിട്ട ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ആ നിമിഷം തന്നെ ദൂതൻ അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവനെ വിശിഷ്ട വസ്ത്രം ധരിപ്പിച്ചു. പയ്യൽ പിശാച് നമ്മളെ എങ്ങനെയൊക്കെ പരീക്ഷിക്കാമോ ആ രീതിയിലല്ല നമ്മളെ അവൻ എന്ത് ചെയ്യും? പരീക്ഷിക്കും. നമ്മളെ വസ്ത്രത്തെ വരെ ആര് നോക്കും? പിശാച് നോക്കും. നമ്മളെ സ്വഭാവം നോക്കും. നമുക്കെന്ത് കുറവുണ്ട് എന്ന് ആര് നോക്കും? പിശാചിന് നമ്മുടെ ശരീരത്തെ തൊടാനേ പറ്റുള്ളൂ. നമ്മളെ ആത്മാവിനെ തൊടാൻ ആർക്ക് കഴിയത്തില്ല? പിശാചിന് കഴിയും, സാത്താന് കഴിയും. വീണ്ടും യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. യോബ് 1:8 വാക്യം. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ യോബിനെ നീ ശ്രദ്ധിച്ചു. അവനെ പോലെ നിഷ്കളങ്കനും സത്യസന്ധനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? ജോബിനെ കുറിച്ച് ദൈവം പറയുക. ജോബ് ആരെന്നാ ദൈവം പറഞ്ഞത്? നിഷ്കളങ്കനും സത്യസന്ധനും തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവനും ആണെന്ന ആര് പറഞ്ഞ്? ദൈവം പറഞ്ഞു. അപ്പോൾ അവനിൽ ജോബിൽ കുറ്റമാരോപിക്കാൻ ആര് കടന്നു വന്നു? സാത്താൻ കടന്നു. സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണ്. അവന് അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റി വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ജോബിൻ്റെ ഭവനത്തിന് ചുറ്റും സമ്പത്തിന് ചുറ്റും ദൈവം വേലി കെട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാത്താന് ജോബിന് മേൽ ഭരണം നടത്താൻ എന്ത് ചെയ്തില്ല? സാധിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, അപ്പോൾ ജോബിനെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. എന്താണ്? അവൻ്റെ സമ്പത്തിന് ചുറ്റും അവൻ്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി ദൈവം സംരക്ഷിച്ചു. അവൻ്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവനങ്ങേ ദുഷിക്കുന്നത് കാണും. കർത്താവ് സാത്താൻ പറഞ്ഞു, അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക്
അധികാരം നൽകും. എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കും. അത് കേട്ട് സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. മക്കളെ, സാത്താന് ദൈവം അധികാരം കൊടുത്തു. ജോബിൻ്റെ മേൽ അധികാരം കൊടുത്തു. എന്തധികാരം കൊടുത്തത്? അവനുള്ള സകലത്തിൽ മേലും ഞാൻ നിനക്ക് അധികാരം നൽകും. എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കും. എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനിൽ മാത്രം നീ എന്ത് ചെയ്യരുത്? കൈ വയ്ക്കരുത്. ജീവനെ തൊടാൻ നിനക്ക് അധികാരം ഇല്ല. ചോലൂസ്തം രണ്ടാധ്യായം 1 വാക്യം. ചോബ് 2:1. ദൈവപുത്രന്മാർ വീണ്ടും ഒരു ദിവസം കർത്തൃ സന്നിധിയിൽ ചെന്നു. സാത്താനും അവനോടൊപ്പം എത്തി. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരും? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണെന്ന് അവൻ പറഞ്ഞു. കർത്താവ് ചോദിച്ചു, ഞാൻ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ നിഷ്കളങ്കനും നീതിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്ത് ഉണ്ടോ? അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിക്കില്ലെങ്കിൽ അവൻ്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കും. സാത്താൻ പറഞ്ഞു, ചർമ്മത്തിന് പകരം ചർമ്മം. ജീവന് വേണ്ടി തനിക്കുള്ളതെന്തും മനുഷ്യൻ ഉപേക്ഷിക്കും. അങ്ങ് അവൻ്റെ ആസ്തിയിലും മാംസത്തിലും കൈവയ്ക്കും. അപ്പോൾ അവൻ അങ്ങയെ ദൂഷിക്കും. സാത്താൻ ദൈവത്തോട് അധികാരം ചോദിക്കുക. നീ ജോബിൻ്റെ ജീവൻ്റെ മേൽ, ചർമ്മത്തിന് മേൽ, ശരീരത്തിന് മേൽ, ആസ്തിയുടെ മേൽ, മാംസമേൽ കൈവയ്ക്കാൻ അധികാരം എന്താ? അപ്പോൾ നിന്നെ അവൻ എന്തു ചെയ്യും? ദൂഷിക്കും. ദൈവം വീണ്ടും പറഞ്ഞു, നീ അവൻ്റെ ജീവനിൽ മാത്രം എന്ത് ചെയ്യരുത്? കൈവയ്ക്കരുത്. കർത്താവ് സാധനം പറഞ്ഞു. സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. അവൻ അധികാരം കൊടുത്തു. സാത്താന് ജോബിൻ്റെ മേൽ അധികാരം കൊടുത്തു. അവൻ ജോബിൻ്റെ ശരീരത്തെ അടി മുതൽ മുടി വരെ വ്രണം കൊണ്ട് നിറച്ചു. സാത്താൻ ജോബിനെ പരീക്ഷിക്കുക. ദൈവത്തെ ജോബ് തള്ളിപ്പറയുമോ എന്നറിയാൻ ഇതാ സാത്താൻ ജോബിനെ തീരും പരീക്ഷിച്ചു. അവൻ്റെ ശരീരത്തിൻ്റെ അടി മുതൽ മുടി വരെ വ്രണം കൊണ്ട് നിറച്ചു. ജോബ് ഓട്ട കഷ്ണം കൊണ്ട് ശരീരം ചുരുണ്ടിക്കൊണ്ടു. അവൻ്റെ ശരീരത്തിലെ വ്രണങ്ങൾ അവൻ എന്ത് ചെയ്തു? ചാരത്തിലിരുന്ന് ഓട്ട് ഇതുകൊണ്ട് ചിരണ്ടി. ഓട്ട് കഷ്ണം കൊണ്ട് ശരീരമെല്ലാം ചിരണ്ടാൻ തുടങ്ങി. നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും ചുരിച്ചു വന്നാൽ കൈകൊണ്ടായി നോക്കും. പറ്റിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചുരിക്കും. ഇതുപോലെ ജോബ് എന്ത് ചെയ്യും? ഓട്ട് കഷ്ണം കൊണ്ട് ശരീരമെല്ലാം ചുരുക്കി. അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, നീ ദൈവത്തെ ശപിച്ച് എൻ്റെ കൂടെ വരിക. നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് എൻ്റെ കൂടെ വരിക. പക്ഷേ ജോബ് അതൊന്നും കേട്ടില്ല. ജോബ് ദൈവത്തിൽ വിശ്വസിച്ചു.
അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ശത്രുവിനെ തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നവരെ ജോബ് ദൈവത്തിൽ പിടിച്ചു നിന്നു. ജോബിനെ ദൈവം അനുഗ്രഹിച്ചു. അവനെ എല്ലാ രീതിയിലും സാത്താൻ പരീക്ഷിച്ചു. അവൻ്റെ ആടുമാടുകൾ, ഒട്ടകങ്ങൾ, കുതിരകൾ, അവൻ്റെ മക്കൾ, ഭാര്യ എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടോ അവൻ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ജോബ് ദൈവത്തെ വിലപിടിച്ചു. അവസാനം ജോബ് ചെയ്തു. അവൻ്റെ കൂട്ടുകാർ പോലും ജോബിനെ തള്ളി. ജോബ് ദൈവത്തിൽ വിലപിടിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം ജോബിനെ ദൈവം എന്ത് ചെയ്തു? തിരികെ നൽകി. ജോബിനെ ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഇതുപോലെ ശത്രുവിനെ നമ്മളെ കാൽ കീഴിൽ ആക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. വീണ്ടും മർക്കോസ് 5:9. മർക്കോസിൻ്റെ സുവിശേഷം 5:9. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേർ ലെഗിയോൻ. ഞാൻ അനേകം പേരുണ്ട്. പിശാചിന് ഒരുപാട് പേരുണ്ട്. മർക്കോസ് 5 അവൻ്റെ പേരെന്താ? ലെഗിയോൻ. അവൾ സാത്താൻ പല പേരിൽ എന്ത് ചെയ്യും? അറിയപ്പെടും. അവൻ പല പേരിലും വരും നമ്മളെ നശിപ്പിക്കാൻ, തീർക്കാൻ. ശത്രു പല പേരിലും നമ്മുടെ ജീവിതത്തിൽ വരും നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് ശത്രുവിനെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ഇന്ന് കൊണ്ടുവരും. നമ്മളെ പാദപീഠത്തിൽ കൊണ്ടുവരും. അതാ ദൈവം ആഗ്രഹിക്കും. ശത്രുവിനെ തോൽപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിന്ന് വചനത്തിൽ കണ്ടത്. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വിഷയം കണ്ടുപിടിക്കാം, പ്രാർത്ഥിക്കാം. കാര്യമില്ല ദൈവമേ ശ്രമിക്കും. ഈ നല്ല ദിവസം സ്ത്രീക്ക് നന്ദി പറയുന്നു. ദൈവം ഞങ്ങളിന്ന് ശത്രുവിനെ തോൽപ്പിക്കുന്ന ദൈവത്തെ കണ്ടു. ശത്രുവിനെ അവിടുത്തെ പാദപീഠത്തിന്മേൽ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വലതുഭാഗത്ത് ശത്രുവിനെ തോൽപ്പിച്ച് ജയം നൽകുന്ന ദൈവമക്കളെ നമ്മളിന്ന് കാണുക. ശത്രുവിനെ തുരത്തുന്ന ദൈവം. ഇന്ന് ശത്രു നമ്മുടെ കാൽ കീഴിൽ വരും. അതുകൊണ്ട് ഈ കേട്ട വചനം നമ്മുടെ ഉള്ളിൽ ഫലദായകമാക്കി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് 30, 60, 100 മേലി വിളവ് നൽകും ഈ വചനം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളിൽ ഫലമാകട്ടെ. നിങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ. നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങളുടെ വശനങ്ങൾ മാറിപ്പോട്ടെ. ദൈവതിരുനാമം നിങ്ങളിൽ മഹത്വപ്പെട്ടെ. ദൈവകൃപ നിങ്ങളിൽ വ്യാപരിക്കട്ടെ. വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ മാനസാന്തരം ഉണ്ടാകട്ടെ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് ഈ നിമിഷം എല്ലാറ്റിൽ നിന്നും വിടുതൽ ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുന്നവരെ ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കും.